പോഷൻ ട്രാക്കറിനകത്ത് 11 രജിസ്റ്ററുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം നമുക്കറിയാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രജിസ്റ്ററാണ് സ്റ്റോക്ക് രജിസ്റ്റർ അഥവാ അനുപൂരക പോഷകാഹാര രജിസ്റ്റർ. നമ്മൾ മാസത്തിലൊരു തവണ അല്ലെങ്കിൽ നമ്മൾക്ക് ഏതൊക്കെ സമയങ്ങളിലാണോ അംഗൻവാടിയിൽ സ്റ്റോക്ക് ഇറക്കുന്നത് അത് കൃത്യമായി രേഖപ്പെടുത്തുന്നതിനാണ് സ്റ്റോക്ക് രജിസ്റ്റർ പതിവായി നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ ഇനി മുതൽ പോഷൻ ട്രാക്കറിനകത്ത് ഈ സ്റ്റോക്ക് രജിസ്റ്റർ രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. നിലവിൽ ഫിസിക്കലി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന രജിസ്റ്ററുകൾക്കൊപ്പം തന്നെ പോഷൻ ട്രാക്കറിലെ രജിസ്റ്ററുകളും നിങ്ങൾ ഒരുമിച്ച് സൂക്ഷിച്ച് കൊണ്ടുപോവുക. പതിയെ ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ ഈ പോഷൻ ട്രാക്കറിനകത്തേക്ക് എൻ്റർ ചെയ്ത് വന്ന് തുടങ്ങുന്ന സമയത്ത് നമുക്കൊരു ഉത്തരവ് കിട്ടുക അല്ലെങ്കിൽ അതിനൊരു അനുമതി കിട്ടുന്ന സമയത്ത് ഫിസിക്കലി രജിസ്റ്ററുകൾ ഒഴിവാക്കപ്പെടും. അപ്പോൾ നമ്മൾക്ക് ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് സ്റ്റോക്ക് രജിസ്റ്ററാണ്. എന്താണ് സ്റ്റോക്ക് രജിസ്റ്റർ എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു അക്കൗണ്ടിങ് വേർഡാണ്. സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ അംഗൻവാടിയെ സംബന്ധിച്ചിടത്തോളം സ്റ്റോക്ക് എന്ന് പറയുന്നത് അംഗൻവാടിയിലേക്ക് വരുന്ന ഗുണഭോക്താക്കൾക്ക് നമ്മൾ നൽകുന്ന സേവനം അത് സ്റ്റോക്ക് രൂപത്തിൽ കൊടുക്കുന്നു. അതായത് നമ്മൾ അംഗൻവാടിയിലെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് പ്രഗ്നൻറ്റ് വുമൺ, ലാക്ടേറ്റിംഗ് മദർ, 0 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾ, ഏജ് കുട്ടികളുണ്ടെങ്കിൽ അങ്ങനെ. പക്ഷേ പോഷൻ ട്രാക്കറിനകത്ത് നമ്മൾ ആസ്പിറേഷണൽ ബ്ലോക്ക് അല്ലാത്തത് അവർക്ക് ഏജ് കുട്ടികളില്ല. പകരം മറ്റ് ഗുണഭോക്താക്കൾക്കാണ് നമ്മൾ ഈ സ്റ്റോക്ക് THR ആയിട്ടും HCM ആയിട്ടും കൊടുക്കുന്നത്. ഇത് SNPയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ THR വരുന്നതും അതേപോലെ HCM വരുന്നതും. സപ്ലിമെൻ്ററി ന്യൂട്രീഷൻ ഫുഡിൽ അടങ്ങിയിട്ടുള്ള ഈ 2 കോമ്പണൻസ് THR HCM നമുക്ക് നമ്മൾ അംഗൻവാടിയിൽ വരുന്ന സ്റ്റോക്കുകളെ രേഖപ്പെടുത്തുന്ന ഒരു രജിസ്റ്ററാണ് സ്റ്റോക്ക് രജിസ്റ്റർ. ഈ സ്റ്റോക്ക് രജിസ്റ്റർ രേഖപ്പെടുത്തുന്നതിന് നിങ്ങൾക്ക് ഈ പറയുന്ന അംഗൻവാടിയുടെ യൂസർ നെയിം പാസ്വേഡ് എൻ്റർ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ ആക്ഷൻ സെൻറ്റർ കാണും. അതിന് തൊട്ട് താഴെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നിന്ന് സ്റ്റോക്ക് രജിസ്റ്റർ സെലക്ട് ചെയ്യാം. ഈ സ്റ്റോക്ക് രജിസ്റ്റർ ഓപ്പൺ ചെയ്ത ഉടനെ തന്നെ ഒരു പേജ് നിങ്ങൾക്ക് വരും. ഈ ഒരു വിൻഡോയ്ക്കകത്ത് 2 പേജുകളുണ്ട്. അതായത് ഒന്ന് ടേക്ക് ഹോം റേഷൻ എന്നും രണ്ടാമത് ഹോട്ട് കുക്ക്ഡ് മീൽ. ഇത് നമ്മൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാറി മാറി വരും. ഇതിൽ ആദ്യം നമ്മൾ ടേക്ക് ഹോം റേഷനാണ് പരിചയപ്പെടാൻ പോകുന്നത്. ടേക്ക് ഹോം റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ഗുണഭോക്താക്കൾക്കാണ് ഈ ടേക്ക് ഹോം റേഷൻ നമ്മൾ നൽകുന്നത് എല്ലാ മാസങ്ങളിലും. അത് ഏതൊക്കെയാണ് കാറ്റഗറിയിലുള്ള ആളുകൾ എന്നാൽ പ്രഗ്നൻറ്റ് വുമൺ, ലാക്ടേറ്റിംഗ് മദർ, അതേപോലെ തന്നെ 6 to 3 കുട്ടികൾ. ഇവർക്കാണ് പ്രത്യേകിച്ച് നമുക്ക് ഈ THR കൊടുക്കാനുള്ളത്. എന്നാൽ താഴെ കാണുന്ന 3 to 6 കുട്ടികളെ കാണാം, സാം ചിൽഡ്രൻ കാണാം, അണ്ടർ വെയ്റ്റ് ചിൽഡ്രൻ കാണാം. നമുക്ക് പ്രത്യേക അനുമതിയോടുകൂടി അണ്ടർ വെയ്റ്റ് ആയിട്ടുള്ള കുട്ടികളെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതിന് വേണ്ടി അഡീഷണൽ ഫുഡ് സപ്ലിമെൻ്ററി സിസ്റ്റം വന്നിട്ടുണ്ടെങ്കിലോ അങ്ങനെ ഒരു ഉത്തരവുണ്ടെങ്കിലോ നമുക്ക് ഇവരെ കൂടി മാർക്ക് ചെയ്യാം എന്നുള്ളതാണ്. അല്ലാത്തടത്തോളം നമ്മളതൊന്നും കൺസിഡർ ചെയ്യേണ്ട. നമ്മളാകെ നോക്കേണ്ടത് പ്രഗ്നൻറ്റ് വുമൻ, ലാക്ടേറ്റിംഗ് മദർ, 6 to 3 കുട്ടി. ഇത് മാത്രമാണ് നമ്മൾ ടേക്ക് ഹോം റേഷനായിട്ട് കൊടുക്കുന്നു. അത് മാത്രം ഇവിടെ രേഖപ്പെടുത്തുന്നു. എന്നാൽ സ്റ്റോക്ക് രജിസ്റ്റർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ അംഗൻവാടിയിലേക്ക് നമ്മൾ ഇൻറ്റൻറ്റ് കൊടുത്തത് പ്രകാരം നമ്മളുടെ സൂപ്പർവൈസറെ എത്ര പാക്കറ്റാണോ നമ്മളുടെ അംഗൻവാടിയിലേക്ക് ഈ THR ഇറക്കി തരുന്നത് അതാണ് നമ്മളിവിടെ രേഖപ്പെടുത്തുന്നത്. ഒരിക്കലും THR നമ്മൾ ഗുണഭോക്താക്കൾക്ക് കൊടുക്കുന്ന എണ്ണമല്ല ഇവിടെ രേഖപ്പെടുത്തുന്നത്. മറിച്ച് നമ്മൾ അംഗൻവാടിയിൽ നിന്ന് ഈ മാസം എത്ര ആളുകൾക്ക് നമ്മൾക്ക് സ്റ്റോക്ക് വേണമെന്ന് പറഞ്ഞ് ഒരു ഇൻറ്റൻറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ടോ അത് പ്രകാരം എത്ര പാക്കറ്റാണോ നമ്മളുടെ അംഗൻവാടിയിലേക്ക് നമ്മുടെ സൂപ്പർവൈസർ തന്നിട്ടുള്ളത് അതിൻ്റെ കണക്കാണ് ഇവിടെ രേഖപ്പെടുത്തേണ്ടത്. കൃത്യമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് THR എന്ന് പറയുന്നത് തന്നെ നമുക്കറിയാം ടേക്ക് ഹോം റേഷനാണ്. അത് നമ്മൾ പാക്കറ്റുകളായിട്ടാണ് കൊടുക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, പാക്കറ്റുകൾ എന്നുള്ള രൂപത്തിൽ തന്നെയാണ് നമ്മൾ THR കൊടുക്കുന്നത്. എന്നാൽ HCM അങ്ങനെയല്ല. HCM ഒരിക്കലും നമ്മൾ പാക്കറ്റായിട്ടല്ല കൊടുക്കുന്നത്. അത് നമ്മൾ ഹോട്ട് കുക്ക്ഡ് മീൽ, വേവിച്ച ഭക്ഷണമാണ് കൊടുക്കുന്നത്. അത് അതിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് അത് കൂടുതലായിട്ട് പറയാം. ഇപ്പോൾ THR ആണ്. THR കേസിൽ പാക്കറ്റായിട്ട് നമ്മൾ കൊടുക്കും. ഇത് നമ്മൾക്ക് ഈ മാസത്തിൽ വന്ന സ്റ്റോക്കുകളുടെ വിവരങ്ങളാണ് നമ്മൾ ഇനി രേഖപ്പെടുത്താൻ പോകുന്നത്. അതായത് നവംബർ മാസത്തിൽ നമ്മൾ മാസത്തിൽ ഒരു തവണ മാത്രമേ സ്റ്റോക്ക് രജിസ്റ്റർ പൂർത്തിയാക്കുള്ളൂ. 1 ടൈം എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് തിരുത്താൻ കഴിയില്ല എന്നുള്ളത് കൂടി ടീച്ചർമാർ മനസ്സിലാക്കുക. അപ്പോൾ ഈ മാസം നമുക്ക് വന്ന സ്റ്റോക്ക് നമ്മൾ രേഖപ്പെടുത്തുകയാണ്. ചിലപ്പോൾ ഈ മാസം 5-ാം തീയതിയോ 10-ാം തീയതിയൊക്കെ നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ടാവും. അത് നമുക്ക് ഈ ഡേറ്റിൽ നിന്ന് ബാക്കിലോട്ട് പോയി നമുക്ക് രജിസ്റ്റർ എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി ഇതിനകത്തുണ്ട്. നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ടേക്ക് ഹോം റേഷൻ രേഖപ്പെടുത്തണം. അതിന് താഴെ കാണുന്ന ഈ ബ്ലൂ കളറിൽ കാണുന്ന പ്ലസ് ചിഹ്നം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ THR സ്റ്റോക്ക് പേജ് ഓപ്പണായി വരും. ആ സ്റ്റോക്ക് രജിസ്റ്ററിൻ്റെ പേജിൽ നമ്മൾ കാണുന്ന പോലെ തന്നെ ബെനിഫിഷ്യറി ടൈപ്പ് ഉണ്ട്. അതുപോലെ ഇപ്പുറത്തെ സൈഡിൽ സ്റ്റോക്ക് റിസീവ്ഡ് പാക്കറ്റ്സ് എന്നും കാണിക്കും. അപ്പോൾ ഇതിൽ പ്രഗ്നൻറ്റ് വുമൻ നമ്മളുടെ സെൻറ്ററിനകത്ത് 3 ആളുണ്ടെന്ന് കരുതുക. 3 ആൾക്ക് 7 പാക്കറ്റ് വീതം ഇറക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ 7 3 21 എന്ന് നമ്മൾ
രേഖപ്പെടുത്തി, പാക്കറ്റുകളുടെ എണ്ണമാണ് അവിടെ രേഖപ്പെടുത്തുന്നത്. അതായത് എത്ര പാക്കറ്റാണോ അതേ ഇൻറ്റു എത്ര ഗുണഭോക്താക്കൾ, അങ്ങനെയാണല്ലോ നമ്മൾ സ്റ്റോക്ക് കണക്കാക്കുക. ലാക്ടേറ്റ് മദർ 2 ആളുണ്ടെന്ന് കണക്കാക്കുക, അവിടെ 14 പാക്കറ്റ് കണക്കാക്കും. ഈ ഏകദേശം എണ്ണമാണ് ഞാൻ അടിക്കുക. എണ്ണ എനിക്കറിയില്ല, അത് നിങ്ങളുടെ സെൻറ്ററിൽ എത്ര എണ്ണങ്ങളാണോ ഇറക്കുന്നത് ആ എണ്ണമാണ് ഇവിടെ രേഖപ്പെടുത്തേണ്ടത്. 6-3 കുട്ടികൾക്ക്, ഒരു കുട്ടിക്ക് 7 പാക്കറ്റ് വിധിച്ചിട്ട് 10 കുട്ടികളുണ്ടെങ്കിൽ അവിടെ 70 പാക്കറ്റ് എന്ന് രേഖപ്പെടുത്തും. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്തേക്ക് രേഖപ്പെടുത്തേണ്ടത്. അതിനുശേഷം സ്റ്റോക്ക് റിസീവ്ഡ് ഡേറ്റ് കാണും. അവിടെ നിങ്ങൾ ഈ സ്റ്റോക്ക് റിസീവ് ഡേറ്റ് ഇന്ന് 30-ാം തീയതി ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ കാണുക. അതിനർത്ഥം ഇന്ന് 30-ാം തീയതി ആയതുകൊണ്ടാണ് അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഡിഫോൾട്ടായിട്ട് ആ ഡേറ്റ് കാണുന്നത്. അത് നമുക്ക് തിരുത്താം. അതിൽ നേരെ കാണുന്ന കലണ്ടർ ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ മാസത്തിൽ 13-ാം തീയതിയാണ് ടീച്ചർ നേരത്തെ ഇറക്കിയതെങ്കിൽ 13 കൊടുത്ത് ഓക്കെ കൊടുത്ത് ആഡ് സ്റ്റോക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ സ്റ്റോക്ക് രജിസ്റ്റർ ഈ മാസത്തെ പൂർണ്ണമാവും. ക്ലിയറായി എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി ഞാനൊരു ചോദ്യം ചോദിക്കാം. ഈ പറയുന്ന പാക്കറ്റുകളുടെ ടോട്ടൽ എണ്ണം, ഈ മാസത്തിൽ ഇറക്കിയ മുഴുവൻ ടോട്ടലിൻ്റെ എണ്ണം 105 എന്നിവിടെ ടോട്ടലായിട്ട് കാണാം. ഞാൻ ചോദിക്കുന്നത്, ഒരു അംഗൻവാടിയിലേക്ക് ഈ പറയുന്ന എല്ലാ പാക്കറ്റുകളും കൂടെ ഒരു ചാക്കിൽ കിട്ടിയാണ് നിങ്ങൾ അംഗൻവാടിയിൽ ഇറക്കുന്നതെങ്കിൽ സ്റ്റോക്ക് എങ്ങനെയാണ് നിങ്ങൾ രേഖപ്പെടുത്തുന്നത്? 1 എന്നാണോ അല്ലെങ്കിൽ ഇതുപോലെ സ്പ്ലിറ്റ് ആണോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനി പുറകിലോട്ട് പോയി HSCM എന്നുള്ള പേജിലോട്ട് നമ്മൾ വന്നു. HSCM ക്ലിക്ക് ചെയ്തു. അതിലിതുപോലെ ബെനിഫിഷ്യറി ലിസ്റ്റ് കാണും. നമ്മൾ ഇവിടെ ഏത് ഗുണഭോക്താക്കളെയും മൈൻഡ് ചെയ്യേണ്ട. നമ്മളാകെ ചെയ്യേണ്ടത് 3 to 6 കുട്ടികളെ മാത്രമാണ്. ഈ 3 to 6 മുഴുവൻ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്നില്ല. പ്രീ സ്കൂളിൽ വരുന്ന കുട്ടികൾക്ക് മാത്രമാണ് HSCM കൊടുക്കുന്നത്. വേവിച്ച ഭക്ഷണം നമ്മൾ കൊടുക്കുന്നത്. ആ വേവിച്ച ഭക്ഷണം നമ്മൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ മാസത്തെ രജിസ്റ്റർ നമ്മൾ ഓപ്പൺ ചെയ്യണം. അതിൻ്റെ ഏറ്റവും താഴെ വന്നു കഴിഞ്ഞാൽ ഈ 2 ഓപ്ഷൻ നിങ്ങൾക്ക് കാണും. ഈ 2 ഓപ്ഷനിൽ നമ്മൾ ഏതാണ് ക്ലിക്ക് ചെയ്യേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കണം. ആഡ് HSCM സ്റ്റോക്ക് റിസീവ്ഡ് ഇൻ പാക്കറ്റ്, പാക്കറ്റിലായിട്ടുള്ളതാണോ? ആഡ് HSCM സ്റ്റോക്ക് റിസീവ്ഡ് ആസ് റേഷൻ ആയിട്ടുള്ളതാണോ എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം മാർക്ക് ചെയ്യാൻ. നമുക്ക് കൃത്യമായിട്ട് അറിയാം ഈ 2 ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് നമ്മളെ മാത്രം ഫോക്കസ് ചെയ്തിട്ടില്ല, പകരം ഓൾ ഇന്ത്യ ലെവലിലാണ് ഈ പോഷൻ ട്രാക്കർ ആപ്ലിക്കേഷൻ നിലവിൽ വന്നിട്ടുള്ളത്. മറ്റുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഈ പോഷൻ ട്രാക്കർ വഴിയാണ്. അവിടെ കൊടുക്കുന്നതെല്ലാം പല രീതിയിലാണ്. പക്ഷേ നമ്മളെ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം HSCM കൊടുക്കുന്നത്, വേവിച്ച ഭക്ഷണം കൊടുക്കുന്നത് 3 to 6 കുട്ടികൾക്കാണ്. അത് പാക്കറ്റായിട്ടല്ല, ഗ്രാമിലായിട്ടാണ്. അതിനുവേണ്ടി നമ്മളിവിടെ നോക്കുക. ഈ കാണുന്ന കലം, ഈ കഞ്ഞിയും കലം ഓർത്താൽ മതി. കലത്തിലാണല്ലോ കഞ്ഞി വെക്കുക എന്നുള്ളത് മാത്രം നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. അതിൽ ജസ്റ്റ് ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ HSCMൻ്റെ പേജ് ഓപ്പൺ ആയി വരും. ഇതിനകത്ത് ബെനിഫിഷ്യറി ടൈപ്പ് കൊടുത്തിട്ടുണ്ട്. സ്റ്റോക്ക് റിസീവ്ഡ് ഇൻ ഗ്രാമിലാണ് അവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങളിവിടെ നോക്കുക. ഇവിടെ കൊടുക്കേണ്ടത് 3 to 6 മാത്രം നമ്മൾ നോക്കിയാൽ മതി. 3 to 6 10 കുട്ടികളുണ്ടെങ്കിൽ എത്ര ഗ്രാമാണ് നിങ്ങൾ കൊടുക്കുന്നത്? അത് ഗ്രാമിലാണ് എൻ്റർ ചെയ്യേണ്ടത്. ഇപ്പോൾ 5 കിലോ ആണെങ്കിൽ 5 എന്നല്ല നിങ്ങൾ കൊടുക്കേണ്ടത്, 5 കിലോ ഗ്രാമിലാക്കിയിട്ട് നിങ്ങളിവിടെ രേഖപ്പെടുത്തണം. അതിനുശേഷം സ്റ്റോക്ക് റിസീവ് ഡേറ്റ്, ഈ മാസം ഏത് സ്റ്റോക്കാണോ നേരത്തെ പറഞ്ഞ പോലെ ഏത് ഡേറ്റ് ആണോ അത് ക്ലിക്ക് ചെയ്ത് ഓക്കെ കൊടുത്ത് സബ്മിറ്റ് ആഡ് സ്റ്റോക്ക് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് സബ്മിറ്റ് ആയിട്ട് വരും. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കൃത്യമായി നിങ്ങൾ നമ്മളെ കമൻറ്റിൽ വന്ന് മെൻഷൻ ചെയ്യുക. നമ്മളതിനുള്ള മറുപടി ഉടനെ തന്നെ നിങ്ങൾക്ക് നൽകും. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് സ്റ്റോക്ക് രജിസ്റ്ററുമായിട്ട് നമുക്ക് പറയാനുള്ളത്. അതേപോലെ തന്നെ സ്റ്റോക്ക് രജിസ്റ്ററും HSCMഉം THRഉം ഉണ്ട്. അത് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കിയെടുക്കണം. ഇത് നിങ്ങൾ ഡെയിലി എല്ലാ മാസത്തിലും ഒരു തവണ മാത്രമേ ചെയ്യേണ്ടതായിട്ടുള്ളൂ. സ്റ്റോക്ക് ഇറക്കുന്ന ദിവസം കൃത്യമായി ഇത് ചെയ്ത് സബ്മിറ്റ് കൊടുക്കുക. 5 മിനിറ്റ് കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾ പഠിച്ച് വരണം. തെറ്റുകൂടാതെ എൻ്റർ ചെയ്യണം. ഒരു തവണ തെറ്റിക്കഴിഞ്ഞാൽ പിന്നീട് തിരുത്താനുള്ള ഓപ്ഷൻ ഇതിനകത്തില്ല. പിന്നെ നമുക്ക് ബാക്ക് ഡേറ്റ്സ്, അതായത് കഴിഞ്ഞ മാസങ്ങളിലെ സ്റ്റോക്കുകൾ നമുക്ക് അടയാളപ്പെടുത്താൻ കഴിയില്ല. മുൻ മാസങ്ങളിലും അടയാളപ്പെടുത്താൻ കഴിയില്ല. തനത് മാസത്തെ മാത്രമേ അടയാളപ്പെടുത്താൻ കഴിയുള്ളൂ എന്നുള്ളത് കൂടെ നിങ്ങളുടെ ഓർമ്മയിൽ വയ്ക്കുക. താങ്ക് യു.